റഹീം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തർഹീമിനെ കുറിച്ചാണ്. തർഹീം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ കണ്ടോ നിങ്ങൾ, കുത്തുറുബ് ഒരാളുടെ പേരാണ്. അതുപോലെ ജഅഫർ, അതിൽ നമ്മൾ ജഅഫ എന്ന് പറഞ്ഞു. ജഅഫർ എന്ന പേരുള്ളടത്ത് ജഅഫ എന്ന് പറഞ്ഞു. കുത്തുറുബ് എന്ന പേരുള്ള സ്ഥലത്ത് കുത്തുറു എന്ന് പറഞ്ഞു. ഇനി വേറൊന്ന് മനസ്സിലാം. ആമിർ എന്ന് പേരുള്ള സ്ഥലത്ത് ആമിർ, അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ആമി എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ അവസാനത്തിലൊരു വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവസാനത്തെ അക്ഷരം എന്ത് ചെയ്തു? കളഞ്ഞു. ഈ ജഅഫർ എന്നുള്ള സ്ഥലത്ത് ശരിക്കും 4 അക്ഷരം ഉണ്ടായിരുന്നു. അവിടെ അവസാനത്തെ റായിനെ കളഞ്ഞിട്ട് വിളിച്ചപ്പോൾ എന്ത് വിളിച്ചു? യാ ജഅഫ എന്ന് വിളിച്ചു. കുത്തുറുബ് എന്നുള്ളിടത്തും 4 അക്ഷരം ഉണ്ടായിരുന്നു. അതിൽ അവസാനത്തെ ബായിനെ കളഞ്ഞിട്ട് കുത്തുറു എന്ന് വിളിച്ചു. ആമിർ എന്നിടത്തും 4 അക്ഷരം ഉണ്ടായിരുന്നു. അവസാനത്തെ റായിനെ കളഞ്ഞിട്ട് ആമി എന്ന് വിളിച്ചു. നമ്മൾ മലയാളത്തിൽ നമ്മൾ പേര് വിളിക്കുമ്പോൾ ചുരുക്കി വിളിക്കുമല്ലോ, ആ രൂപത്തിൽ അറബിയിൽ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഇസ്മിനെ ചുരുക്കി അവസാനത്തെ അക്ഷരമേ കളയുള്ളൂ. അവസാനത്തെ അക്ഷരം കളഞ്ഞ് വരുന്ന പ്രയോഗത്തിനാണ് തർഹീം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? നിത. അപ്പൊ ഇതാണെന്ന് പറയുന്നത്. അപ്പൊ അതില് അവസാനം അലിഫുള്ള അക്ഷരത്തെ എങ്ങനെയായിരിക്കും? അതുപോലെ അവസാനം വാവുള്ള സ്ഥലത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി എന്ത് ചെയ്യും? നമ്മൾ പറയും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോ നമ്മൾ അതിനു മുമ്പ് യാ ജഅഫ, യാ കുത്തുറു, യാ ആമി എന്ന് ഫത്തുഹും എങ്ങനെയാണോ അവിടെ ബാക്കിയുള്ളത് അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഇനി എല്ലാത്തിനും ലമ്മു കൊടുത്തും പറയാം. ഇവിടെ കണ്ടോ നിങ്ങൾ, യാ ജഅഫു, യാ കുത്തുറു, യാ ആമു എന്ന് ലമ്മു കൊടുത്തും പറയാം. നമ്മൾ സാധാരണ കഴിഞ്ഞ പാഠത്തിൽ നിദയുടെ പാഠമാണ് പഠിച്ചത്. നിദാൻ്റെ ഒരാളെങ്ങനെ വിളിക്കാം. അപ്പം അവിടെ 4 രൂപത്തിൽ വിളിക്കപ്പെടുന്ന വസ്തുക്കൾ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മുനാദ മുഫ്രദ്, മുനാദ മുലാഫ്, മുനാദ ഷിബ്ഹ് മുലാഫ്, മുനാദ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 4 രൂപത്തിൽ പറഞ്ഞിരുന്നു. അപ്പം അവിടെ നമ്മൾ മുനാദ മുഫ്രദിനക്ക് നമ്മൾ ലമ്മിൻ്റെ മേൽ മബ്നിയാക്കുകയാണ് ചെയ്തത്. യാ സൈദു, ഓരോ പേരും ഞങ്ങൾ എന്ത് ചെയ്യിച്ചു അങ്ങനെ വിളിച്ചത്. നേരെ മറിച്ച് മറ്റേതൊക്കെ മൻസൂബാണ്, നെസ്ബ കൊടുത്തത്. മുനാദ മുഫ്രദിന് നമ്മൾ എന്താ ചെയ്തത്? ലമ്മിൻ്റെ മേൽ മബ്നിയാക്കുക ചെയ്തത്. അതേപോലെ ഇവിടെ യാ ജഅഫു ചുരുക്കി പറഞ്ഞല്ലോ. ശരിക്കും അവിടെ ചുരുക്കിയിട്ടില്ലെങ്കിൽ അവസാനത്തെ കളയാതെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ യാ ജഅഫറു എന്നാണ് പറയുക. യാ കുത്തുറുബു, യാ ആമിറു എന്നാണ് പറയേണ്ടത്. അപ്പം അതേ രൂപത്തിൽ ഇവിടെ ചുരുക്കുമ്പോഴും അതിൻ്റെ അവസാനം ഇപ്പോഴെന്താണോ ഉള്ളത് അതിൻ്റെ നിലക്ക് ലമ്മ് കൊടുത്ത്
പറയാം, അതും അനുവദനീയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഇനി പറയാൻ പോകുന്നത് അവസാനം അലിഫും വാവും യാവും അങ്ങനെയുള്ളതാണെന്ന് വിചാരിക്കുക. അവസാനം അലിഫും വാവും. ഉദാഹരണം, ഇപ്പം നമ്മളിപ്പോൾ യാ അബ്ബാസു, യാ മൻസൂറു, യാ സഈദു, ഇതിൻ്റെ അവസാനത്തെ കളയുമ്പോൾ ആ സു എന്നതിനെയും റു ദു എന്നതിനെയൊക്കെ കളയും. അപ്പോൾ പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ ആ ഇസ്മിൻ്റെ അവസാനം അലിഫാണ്, അതുപോലെ വാവുമാണ് യാവുമാണ്. അപ്പോൾ എന്തു പറ്റും? നിനക്ക് രണ്ട് രൂപം അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം, യാ അബ്ബ, യാ മൻസു, യാ സഈ എന്ന് പറയാം. ഇനി എന്തും പറയാം, യാ അബ്ബാ, യാ മൻസൂ, യാ സഈ, അങ്ങനെയും പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? നമ്മൾ പേര് വിളിക്കുമ്പോഴേ അബ്ബാസ്, മൻസൂർ, സഈദ്, ഇവിടെ അവസാനത്തെ അക്ഷരം കളഞ്ഞ് തർഹീം ചെയ്ത് വരികയാണെങ്കിൽ അവിടെ നമുക്ക് അതിനോട് തൊട്ട് ഉടനെയുള്ള തൊട്ട് ബാക്കിലുള്ള വാവിനെയും അലിഫിനെയും യായിനെയും ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് കളയാം. അതാണ് അടുത്ത പോയിന്റ് പറയാനുള്ളത്. പിന്നെ പറയുന്നത് ലാസ്റ്റ് പോയിന്റ്. അറബികളിൽ ചില ടീം എന്ത് ചെയ്യും? ഈ മൻസൂർ, മഹമൂദ്, അതുപോലെ സമൂദ്, ഈ പറയപ്പെട്ട അവസാനത്തെ കളയുമ്പോൾ വാവും അലിഫും അതുപോലെ വാവുള്ള ഭാഗത്തൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ? അവർ മറിച്ചിട്ട് യാ ആക്കും. എന്നിട്ട് അവർ പറയും മൻസൂർ, മഹ്മൂദ് എന്നുള്ള സമൂദ് കണ്ട അവിടെയൊക്കെ വാവാണ്. ദാല് കളഞ്ഞിട്ട് നോക്ക് നിങ്ങൾ, വാവ, ദാലും റാവൊക്കെ കളഞ്ഞിട്ട് വാവ അവിടെ വരുന്നു. അവരിങ്ങനെ പറയും യാ മൻസി, യാ മഹ്മി, യാ സമീ എന്ന് പറയും. ആ വാവിനെ എന്താക്കി മറിച്ചും? യാ ആക്കിയിട്ട് മറിക്കും. എന്നിട്ട് യാവിനോട് യോജിച്ചത് കസ്റായതുകൊണ്ട് കസ്ർ കൊടുക്കും. അവരെന്താന്ന് അങ്ങനെ പറയാൻ കാരണം, ആ അറബികളുടെ ആ വിഭാഗം ആളുകൾ ഒരു പദത്തിൻ്റെ അവസാനം വാവ് വരുന്നത്, അതിൻ്റെ മുമ്പ് ലമ്മും, ഒരു പദത്തിൻ്റെ അവസാനം വാവും അതിൻ്റെ തൊട്ട് മുമ്പ് ലമ്മും വരുന്നത് അറബികളുടെ ഈ വിഭാഗം ടീം ഒരു ഭാരമായിട്ട് കണക്കാക്കും. അപ്പോൾ അവരുടെ ഒരു ലാംഗ്വേജ് വെറൈറ്റിയാണത്. അപ്പോൾ അവർ മൻസൂർ, മഹ്മൂദ്, സമൂദ് എന്നുള്ളത് ഈ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യും? യാ മൻസി, വയാ മഹ്മി, വയാ സമീ എന്ന വാവിനെ മറിച്ച് യാ ആക്കിയിട്ട് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. ശ്രദ്ധിക്കണേ. ബാബു തർഹീമി, തർഹീമിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. വത്തർഹീമു, തർഹീം എന്നുള്ളത് യഖ്തസ്സു, അത് പ്രത്യേകമാകും, ബിൽ മുനാദൽ മുഫ്രദി, മുഫ്രദായ മുനാദയോട്. മുനാദ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. മുനാദ എത്ര ഉണ്ട്? ഇതാ 4 ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ് കേട്ടിരുന്നേ? നിത കേട്ടിരുന്നോ? നിത കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. കേട്ടിരുന്നോ? കേട്ടോ? മുനാദ 4 വിധമുണ്ട്. ഒന്ന് മുലാഫ്, ഇവിടെ കണ്ടങ്ങൾ മുലാഫ്.
ഇനി കുറച്ച് കഴിഞ്ഞാൽ ഷിബ്ഹ് മുലാഫ് 2, പിന്നെ അതുപോലെ നെക്കിറ, മൂന്നാമത്തത് മുനാദ നെക്കിറ, നാലാമത്തത് മുഫ്രദ് മാരിഫ. ഇതുണ്ടോ? ഈ 4 മുനാദകൾ. നമ്മൾ ആരെയാണോ വിളിക്കുന്നത്, നമ്മൾ നിദയുടെ അക്ഷരം ഉപയോഗിച്ച് ആരെയാണോ വിളിക്കുന്നത് അവരെക്കുറിച്ച് നമ്മൾ 4 ഐറ്റം ഉള്ളത്: മുലാഫ്, ഷിബ്ഹ് മുലാഫ്, നെക്കിറ, മുഫ്രദ് മാരിഫ. ഇതിൽ ഏതിലേ വരുള്ളൂ? ഇതിൽ മുഫ്രദ് മാരിഫയിൽ മാത്രമേ വരുള്ളൂ. അതാ വത്തർഹീമു യഖ്തസ്സു ബിൽ മുനാദൽ മുഫ്രദി അൽ മബ്നിയി അലൽ ളമ്മി. ലമ്മിൻ്റെ മേൽ മബ്നിയാക്കപ്പെട്ട മുഫ്രദായ മുനാദയോട് പ്രത്യേകമാണ്. അസ്സായിദി അല സുലാസി, 3 അക്ഷരമുള്ളതിനേക്കാൾ വർദ്ധിച്ച, 3 അക്ഷരത്തേക്കാളും എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ 4 അക്ഷരമാണ് മിനിമം. അപ്പോൾ 3 അക്ഷരമുള്ളതിനെ ചുരുക്കൂല. ഇപ്പോൾ സെയ്ദ് എന്നുള്ളതിനെ നമ്മൾ ചുരുക്കിയിട്ട് ജയ് എന്ന് പറയില്ല. അപ്പോൾ മുനാദ മുഫ്രദ് ലമ്മിൻ്റെ മേൽ മബ്നിയായ മുനാദ കൊണ്ടേ ഇത് ചെയ്യുള്ളൂ. അത് തന്നെ 4 അക്ഷരമെങ്കിലും വേണം. 3നേക്കാൾ വർദ്ധിച്ചതായത് വേണം. വഹുവ, ഈ തർഹീം എന്ന് പറഞ്ഞാൽ അൻ തഹദിഫ, നീ കളയലാണ്, ഹർഫൻ, ഒരക്ഷരത്തിനെ, മിൻ ആഖിരിഹി, ആ മുനാദ മുഫ്രദിൻ്റെ അവസാനത്തിൽ നിന്നും ഒരക്ഷരത്തിനെ നീ കളയലാണ്. എന്തിനു വേണ്ടി? ലിത്തഖ്ഫീഫി, ലളിതമാക്കുന്നതിന് വേണ്ടി, ലഘൂകരിക്കുന്നതിന് വേണ്ടി. തഖൂലു, നീ പറയും, ഫി ജഅഫരിൻ, ജഅഫറിൽ നീ പറയും, യാ ജഅഫ, ഫത്ഹ് കൊണ്ട് യാ ജഅഫ എന്ന് പറയും. ഫി ഖുതുറുബിൻ, ഖുതുറുബ് എന്നുള്ളതിൽ നീ പറയും യാ ഖുതുറു ബിദ്ദമ്മി, ലമ്മ് കൊണ്ട് അവസാനത്തെ കളഞ്ഞു. അതുപോലെ ഫി ആമിരിൻ, ആമിരിൽ നീ പറയും ആമി എന്ന് പറയും, ആമി ബിൽ കസ്രി, കസ്ർ കൊണ്ട്. ഫതഹദിഫു, നീ കളയും, അൽ ഹർഫ മിൻ ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ നിന്നും ഒരു ഹർഫിനെ നീ കളഞ്ഞു. എന്നിട്ടോ വത്തത്തുറുക്കു, നീ ഉപേക്ഷിക്കുകയും ചെയ്തു, ഹു, അതിനെ, അലൽ ഹറക്കാത്ത്, ഹറക്കത്തുകളുടെ മേൽ ഉപേക്ഷിച്ചു, അല്ലത്തി കാന അലൈഹ, അതെങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ഖബ്ലൽ ഹദ്ഫി, കളയുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്? ലമ്മാണെങ്കിൽ ലമ്മ്, ഫത്ഹാണെങ്കിൽ ഫത്ഹ്, കസ്റാണെങ്കിൽ കസ്റ്, അങ്ങനെ എന്താവുകയും ചെയ്തു, അതിൻ്റെ മേൽ നീ ഉപേക്ഷിക്കുകയും ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫൈസ, ഇതെവിടെ പോയി? വഇൻ ശിഅ്ത, നീ ഉദ്ദേശിച്ചാൽ, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, ബനൈതഹു അലൽ ലമ്മി, ലമ്മിൻ്റെ മേൽ നീ അതിനെ മബ്നിയാക്കാം, ബഅദൽ ഹദ്ഫി, കളഞ്ഞതിന് ശേഷം. അപ്പം എന്തും പറ്റും, ലമ്മിൻ്റെ മേൽ മബ്നിയാക്കാനും പറ്റും, അതിൻ്റെ മേൽ ബാക്കിയാക്കാതെ. മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, കളയുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതിൻ്റെ മേൽ ബാക്കിയാക്കാതെ എന്തും പറ്റും, ലമ്മിൻ്റെ മേലും മബ്നിയാക്കാനും പറ്റും. കഅന്നഹു, കാരണം അത്, ഇസ്മുൻ മുഫ്രദുൻ, ഒരു മുഫ്രദായ ഇസ്മു പോലെയാണ്. ലം തഹദിഫ് മിൻഹു ഷൈഅൻ,
അതേതുപോലെയാണ്? അതിൽ നിന്നൊന്നും നീ കളയാത്ത ഒരു മുഫ്രദായ ഇസ്മു പോലെയാണ്. മുഫ്രദായ ഒരു ഇസ്മു ലമ്മിൻ്റെ മബ്നി ആവുമല്ലോ. അതുപോലെ ലമ്മിൻ്റെ മേൽ നിനക്ക് മബ്നിയാക്കുകയും ചെയ്യാം. ഫതഖൂലു, അപ്പോൾ നീ പറയും, യാ ജഅഫു വയാ ഖുത്തുറു വയാ ആമു ബിളമ്മി കുല്ലിഹിൻ. അവ എല്ലാത്തിനും ലമ്മ് ചെയ്തുകൊണ്ട് എന്തു പറയും? യാ ഖുത്തുറു, യാ ആമു, യാ ജഅഫു എന്ന് പറയും. പക്ഷെ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ്? വൽ അവ്വലു അസ്സഹു. ഒന്നാമത് പറഞ്ഞതാണ് ഏറ്റവും സ്വഹീഹായത്. ക്ലിയർ ആണോ? എവിടെ ഫൈസ? ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, തർഹീമിനെ കുറിച്ച്. ഇനി ഫസ്ൽ, ചെറിയൊരു ഫസ്ലാണ്. വഇദാ കാന ഫിൽ ഇസ്മി, ഇസ്മിൽ ഉണ്ടായാൽ, അൽ മുറഖമി, തർഹീം ചെയ്യപ്പെട്ട ഇസ്മിൽ, തർഹീം ചെയ്യപ്പെട്ട ഇസ്മിൽ ഉണ്ടായാൽ, എന്തുണ്ടായാൽ? അലിഫുൻ, അലിഫുണ്ടായി. തർഹീം ചെയ്ത് കഴിഞ്ഞു കേട്ടോ, അവസാനത്തെ കളഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇസ്മിൽ. ഔ വാബുൻ, അല്ലെങ്കിൽ വാവ് ഉണ്ടായാൽ. ഔ യാ ഉൻ, അല്ലെങ്കിൽ യാ ഉണ്ടായി. സാക്കിനാത്തുൻ, സുക്കൂനുള്ളവകളായ. ലിഫും വാവും യാവും ഉണ്ട്, സുക്കൂനുമാണ്, ഹർക്കത്തുകളില്ല, ഫത്ഹോ കസ്റോ ദമ്മയോ ഇല്ല. ഏതുപോലെ യാ അബ്ബാസു, ഇവിടെ അവസാനം കളയുമ്പോൾ എന്താ ഉണ്ടാവുക? യാ അബ്ബാ എന്നുണ്ടാവുക. യാ മൻസൂറു, റാവിനെ കളയുമ്പോൾ യാ മൻസൂ എന്നുണ്ടാവുക. വയാ സഈദു, ദാലിനെ കളയുമ്പോൾ യാ സഈ എന്നുണ്ടാവുക. അങ്ങനെ ആയാൽ ഫ ലക്ക, കുറച്ചു മതി, നിനക്ക് അനുവദനീയമാണ്, അൻ തഹ്ദിഫഹ, ആ അലിഫിനെയും വാവിനെയും യാഇനെയും കളയൽ അനുവദനീയമാണ്. മഅ ആഖിരിൽ ഇസ്മി, ഇസ്മിൻ്റെ അവസാനത്തതിനോടൊപ്പം, ഇസ്മിൻ്റെ അവസാനത്തതിനോടൊപ്പം എന്തും ചെയ്യുക? അതും കളയാം. ഫതഖൂലു, നീ പറയും, യാ അബ്ബ, ഉണ്ടോ? വയാ മൻസു, വയാ സഈ. വലക്ക, നിനക്ക് അനുവദനീയാണ്. വ ലക്ക ട്ടോ. അൻ തുസ്ബിത, നീ സ്ഥിരപ്പെടുത്തലും. ഹാ, അവകളെ സ്ഥിരപ്പെടുത്തലും അനുവദനീയമാണ്. അൻ തുസ്ബിത ഹാ. ഫതഖൂലു, നീ പറയും, യാ അബ്ബാ വയാ മൻസൂ വയാ സഈ. അവിടെ യായിനെയും അലിഫിനെയും വാവിനെയും ഒക്കെ സ്ഥിരപ്പെടുത്തിയിട്ട് നീ പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഇവിടെ ഫൈസ, ഇനി ഫസ്ലുൻ, ചെറിയൊരു ഫസ്ലാണ്. വമിനൽ അറബി, അറബികളിൽ പെട്ടവരാണ് കുറച്ചാളുകൾ കേട്ടോ. വമിനൽ അറബി, മൻ, ചിലർ. യഖൂലു, അവർ പറയും, ഫി തർഹീമി മൻസൂർ,
മൻസൂർ പോലത്തതിനെ തർഹീം ചെയ്യുന്നതിൽ മഹ്മൂദ്, സമൂദ് ആണ്. ഇങ്ങനെ അവസാനം വാവും അതിന് മുമ്പുള്ളത് ലമ്മും തർഹീം ചെയ്ത് കഴിഞ്ഞിട്ടേ, തർഹീം ചെയ്ത് അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞു കഴിഞ്ഞ് വാവും അതിന് മുമ്പ് ലമ്മും ഇങ്ങനെ വരുന്നതിനെ തർഹീം ചെയ്യുന്നതിൽ ആ ചില വിഭാഗം അറബികൾ പറയും യാ മൻസി വയാ മഹ്മി വയാ സമീ എന്ന് പറയും. ഫഖുലിബത്തിൽ വാവു യാൻ, ഇവിടെ വാവിനെ യാ ആക്കി മറിക്കപ്പെട്ടു. അതിലുണ്ടായത് വാവിനെ അങ്ങനെ നിലനിർത്തിയില്ല, വാവിനെന്ത് ചെയ്തു? യാ ആക്കി മറിച്ചു. മാത്രമല്ല യാഇനോട് യോജിച്ചത് കെസ്റായതുകൊണ്ട് അതിൻ്റെ മുമ്പുള്ള ലമ്മിനെ മറിച്ച് കെസ്റുവാക്കി. എന്തിനാ അങ്ങനെ ആക്കിയത്? ഈ അന്നഹും അവർ, കാരണം അവർ യസ്തസ്ഖിലൂന അവർ ഭാരമുള്ളതായി കാണുന്നു, അൽ വാവ വാവിനെ ഭാരമുള്ളതായി കണക്കാക്കുന്നു, ഫി ആഖിരിൽ കലിമത്തി ഒരു കലിമത്തിൻ്റെ അവസാനം. ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ വാവ് വരൽ എപ്പോ? വാവ് തീരെ വരില്ല എന്നല്ല, തീരെ വരില്ല എന്നല്ല, വാവ് വരലും അവർ ഭാരമാണ്. ഇതാക്കാനമാ ഖബ്ലഹ ആ വാവിൻ്റെ മുമ്പുള്ളത് ആയാൽ മദ്മൂമൻ ലമ്മു വെക്കപ്പെട്ടതായാൽ, അതിൻ്റെ വാവിൻ്റെ മുമ്പുള്ളത് ലമ്മു വെക്കപ്പെട്ടതുമാണ്. അങ്ങനെ വരൽ മൻസൂ എന്ന് പറയുമ്പോൾ എന്താണത്? വാവുണ്ട് അവസാനം അതിൻ്റെ മുമ്പുള്ള ലമ്മുവാണത്. അങ്ങനെ വരൽ ഈ ടീം എന്താ ചെയ്യുന്നത്? ഭാരമുള്ളതായി, അത് പ്രയാസമുള്ളതായി അവർ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ആ വാവിനെ യാ ആക്കി മുറിച്ചത്. വലിഹാദ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അവസാനം വാവും അതിന് മുമ്പുള്ളത് ലമ്മുമായി വരുന്നത്. ബുദ്ധിമുട്ടാണ്, ഭാരമായി കണക്കാക്കി. ഈ ഒരു കാരണത്തിന് വേണ്ടിയാണ് ഖാലു അവർ പറയും ഫി ജംഇ ദൽവിൻ, ദൽവ് എന്നതിൻ്റെ ജംഇൽ, ദൽവ് എന്നതിൻ്റെ ജംഇൽ അവർ പറയും അദ്ലിൻ എന്ന് പറയും. അദ്ലിൻ, ദൽവ് ബക്കറ്റ്, അദ്ലിൻ എന്ന് പറയാം. വൽ ഖിയാസു നിയമമനുസരിച്ച് പറയേണ്ടത് എന്താണെന്നറിയോ? അദ്ലുവിൻ എന്ന് പറയാം, അദ്ലുവിൻ. അപ്പോൾ അവിടെ നോക്കുങ്ങൾ, അവസാനം വാവാണ്, അതിൻ്റെ മുമ്പുള്ളത് ലമ്മുമാണ്. അപ്പോൾ അവസാനം വാവും അതിന് മുമ്പുള്ളത് ലമ്മുമായിട്ട് വരൽ അവർ പ്രയാസകരമായി കണ്ടതുകൊണ്ട് ദൽവ് എന്നതിൻ്റെ ജംഇനെ തന്നെ നിയമവിരുദ്ധമായി അദ്ലിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ കളഞ്ഞല്ലോ, ഭാരമായി കണക്കാക്കിയതുണ്ട്. അതേപോലെ മൻസൂ, മഹ്മൂ, സമൂ എന്നുള്ളതിനെ ഇവർ തർഹീം ചെയ്ത് യാ മൻസി, യാ മഹ്മി, യാ സമീ എന്ന് പറയും. വല്ലാഹു അഅലം, അല്ലാഹു കൂടുതൽ അറിവുള്ളവനാണ്. ഓക്കെ ആണോ? എവിടെ ഫൈസ? ഫൈസ എവിടെ? ഇത്രയാണ് ഇപ്പോൾ അതിൽ പറയാനുള്ളത്. നോക്കി, അപ്പോൾ എന്താണ് തർഹീം എന്ന് പറഞ്ഞു, അത് എങ്ങനെയൊക്കെ, ഏതിലാണത് വരിക, എങ്ങനെയൊക്കെ അത് വ്യത്യാസം വരും. അലിഫും വാവും യാവും സുകൂനുള്ള അവസ്ഥയിൽ തർഹീം ചെയ്തതിന് ശേഷം വരികയാണെങ്കിൽ ആ അലിഫിനെയും വാവിനെയും യാഇനെയും അവിടെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യാം, അതിനെ കളയുകയും ചെയ്യാം. അതുപോലെ അറബികളുടെ കൂട്ടത്തിൽ അവസാനം തർഹീം ചെയ്തിട്ട് വരുന്ന ഇസ്മിൻ്റെ അവസാനം വാവും അതിന് മുമ്പുള്ളത് ലമ്മുമാണെങ്കിൽ ആ വാവിനെ മറിച്ച് യാ ആക്കുന്ന ഒരു ടീമുണ്ട്. ആ ഒരു അഭിപ്രായവും ഇവിടെ എന്ത് ചെയ്തു? വിശദീകരിച്ചു പറഞ്ഞു.
ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. സംശയം ഉണ്ടോ? തുടങ്ങിയാലോ? തുടങ്ങാം നമുക്കേ. അതാ അതിൻ്റെ കള്ളിയിലിട്ടിട്ട് പറഞ്ഞതാണിത്. യുറഹമുൽ മുനാദൽ മബിനി അസായിദു അലഫലാഫി, മൂന്നെണ്ണത്തിനേക്കാൾ വർദ്ധിച്ച മബിനിയായ മുനാദ തർഹീം ചെയ്യപ്പെടും. അപ്പോൾ അതിനെ എന്ത് ചെയ്യും? അതിൻ്റെ അവസ്ഥയിൽ സ്ഥിരപ്പെടുത്തും. അതാണ് യാ ജഅഫ. ചിലപ്പോൾ ലമ്മാക്കപ്പെടും, യാ ജഅഫു. പിന്നെ പറഞ്ഞത് യുറഹമുൽ മുനാദൽ മബ്നിയു ലദി മാ ഖബല ആഖിരിഹി അലിഫുൻ ഔ വാവുൻ ഔ യാവുൻ, അതിനെയും അതേപോലെ നിലനിർത്തും. അതിന് ഉദാഹരണമാണ് യാ അബ്ബാ, യാ സഈ, യാ മൻസൂ. പിന്നെ അതിനെ കളയും ചെയ്യും, യാ അബ്ബ, യാ സഈ, യാ മൻസൂ. ഇത്രയേ ഉള്ളത്. പിന്നെ അതിൻ്റെ അറബികളുടെ ഈ ഒരു അഭിപ്രായത്തെ ഒന്ന് പറഞ്ഞുവെന്ന് മാത്രം. ഓക്കെ, ഉത്തരം കണ്ടുപിടിക്കാം. ബിമ യഖ്തസ്സു തർഖീം, തർഖീം എന്തുകൊണ്ട് പ്രത്യേകമാണ്? പറ കാശിഫ, എന്തുകൊണ്ടാണ് പ്രത്യേകം? കേൾക്കുന്നില്ലല്ലോ. നേരത്തെ നിത പറഞ്ഞപ്പോഴും കേട്ടില്ല. ഒന്നുകൂടി പറ. കേൾക്കുന്നില്ല. ഫൈസ പറ. രണ്ടാൾ പറയുമ്പോൾ എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഞാൻ ഹെഡ്സെറ്റ് വെച്ചിരുന്നു, അപ്പോൾ എന്തൊക്കെ ഇതിൽ കാണിച്ചു. അപ്പോൾ അത് ഞെക്കിയത് കൊണ്ടായിരിക്കും തോന്നുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ തർഹീം പ്രത്യേകമാകുന്നത് നിങ്ങൾ ഉത്തരം തന്നെ ആയിരിക്കും കണ്ടിട്ടുണ്ടാകുന്ന മനസ്സിലാക്കുന്നത്. ഇതാ, തർഹീമു യഖ്തസ്സു ബിൽ മുനാദൽ മുഫ്രദിൽ മബ്നി അലൽ ദമ്മി അസായിദു അല സുലാസി. പിന്നെ കൈഫ തഅമലു ഫി ആഖിരിൽ ഇസ്മിൽ മുറഖം, മുറഖമായ ഇസ്മിൻ്റെ അവസാനത്തിൽ എന്ത് പ്രവർത്തനമാണ് ചെയ്യുക? ഉത്തരം അറിയില്ലേ? പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഉത്തരം അറിയില്ലേ? തർഹീം ചെയ്യപ്പെടുന്ന ഇസ്മിൻ്റെ അവസാനത്തിൽ എന്താ ചെയ്യുക? നമ്മൾ ഒന്നിരിക്കെ അതിൻ്റെ അതേ അവസ്ഥയിൽ ബാക്കിയാക്കും, അല്ലെങ്കിൽ നമ്മിൻ്റെ മേൽ അഭിനയാക്കും. ക്ലിയർ അല്ലേ? ഞാൻ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കട്ടെ. ഇപ്പം കേൾക്കുന്നുണ്ടോ? ഒന്ന് പറ.
വോയിസ് കേൾക്കാം. ഇപ്പോഴും കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ. അല്ല, ബ്ലൂടൂത്ത് ഓണൊന്നുമല്ല. ഞാൻ ആ ഹെഡ്സെറ്റില്ല, ഞാൻ വയർ ഉപയോഗിച്ചിട്ടുള്ള ഹെഡ്സെറ്റ് ഉപയോഗിച്ചു. ശബ്ദം നിങ്ങൾക്ക് ബ്രേക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്.